إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون إنما سلطانه على الذين يتولونه والذين هم به مشركون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നന്മ ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നന്മകൾ ചെയ്യുന്നതിനേക്കാളും മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് തിന്മകൾ ചെയ്യാനാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തിന്മയുടെ പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ റൂട്ട് കോസ്? എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വർഗലോകത്തായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ വെച്ച് മറ്റൊരു സൃഷ്ടിയായിട്ടുള്ള ജിന്ന് വിഭാഗത്തിൽപ്പെട്ട പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പ്രക്രിയ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കുന്നില്ല. എന്നാൽ മനുഷ്യരിൽ ഉറച്ച വിശ്വാസമുള്ള ദൈവഭക്തരായ നിഷ്കളങ്കരായ ദാസന്മാരെ വഴിതെറ്റിക്കാൻ, അല്ലാഹുവെ ആരാധിക്കുന്നതിൽ നിന്ന് വഴിതെറ്റിക്കാൻ പിശാചിനും കൂട്ടാളികൾക്കും ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യത്തിൽ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരായത്താണിത്. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ ആരോ അവരുടെ മേൽ അവന്, അതായത് പിശാചിന് യാതൊരു അധികാരവുമില്ല. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ വഴിതെറ്റിപ്പിക്കാൻ പിശാചിനും സംഘത്തിനും സാധിക്കൂല. ആരുടെ മേലാണ് അവന് അധികാരം അള്ളാഹു വകവെച്ചു കൊടുത്തത്?
ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അവന്റെ അധികാരം എന്ന് പറയുന്നത്, അവനെ സ്വാധീനിക്കാൻ പറ്റുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? ഇന്ന് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പിശാച് ആരെയാണ് സ്വാധീനിക്കുക? അവനെ രക്ഷാധികാരിയാക്കുകയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരും ആയിട്ടുള്ള ആളുകളുടെ മേൽ മാത്രമാണ് പിശാചിന്റെ സ്വാധീനം ചെലുത്താൻ സാധിക്കുക. ഇന്ന ശൈത്താൻ ലക്കും അദുവ്വുൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹ മറ്റൊരു ആയത്തിൽ നമ്മോട് പറയാണ്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അവൻ ഒരിക്കലും മിത്രമല്ല. മിത്രത്തിന്റെ ഭാഷയിലാണ് അവൻ നിങ്ങളോട് സംസാരിക്കുക. അവൻ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. അതുകൊണ്ട് ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായിട്ട് സ്വീകരിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു. അവനും സംഘവും ക്ഷണിക്കുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. നിങ്ങൾ നരകത്തിന്റെ അവകാശികളായിത്തീരാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ശുദ്ധമായ പ്രകൃതത്തിലാണ് നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഘട്ടത്തിൽ ഏറ്റവും ശുദ്ധമായ പ്രകൃതത്തിലാണ് ആ കുട്ടിയുള്ളത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്, അവന്റെ മാതാപിതാക്കളാണ് അവനെ ബഹുദൈവാരാധകർ ആക്കുന്നത്. ശുദ്ധമായ പ്രകൃതത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. എന്നാൽ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി, വഴി പിഴപ്പിക്കാൻ വേണ്ടി പിശാച് അവന്റെ വസ്വാസ് വ്യത്യസ്തമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണ് പിശാചിന്റെ വസ്വാസിന്റെ രൂപങ്ങൾ? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന പിശാചിന്റെ വസ്വാസിന്റെ ശത്രുതയുടെ രൂപങ്ങൾ എന്ത് എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ശത്രുവിനെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, പരിപൂർണമായിട്ടുള്ള ആരാധനകളിൽ, ഇപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ ആ നിസ്കാരത്തിൽ അവൻ ഇടപെടും. പരിപൂർണമായിട്ടുള്ള ആരാധനകളിൽ വസ്വാസുണ്ടാക്കും. വുളു എടുക്കുന്ന സമയത്ത് വസ്വാസുണ്ടാക്കും. നിസ്കാരത്തിൽ വസ്വാസുണ്ടാക്കും. ഇപ്പൊ സാധാരണ സൈക്കോളജിയിൽ പ്രതിപാദിക്കുന്ന ഒരു പേരുണ്ട്, OCD. OCD എന്ന് പറഞ്ഞാല് വസ്വാസിന്റെ രോഗം. അതുള്ള ആളുകൾ അരമണിക്കൂർ ചിലപ്പോൾ വുളു എടുക്കാനെടുക്കും. പിശാച് അവനെ സ്വാധീനിക്കുന്ന രംഗമാണ് ആ പറയുന്നത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള വസ്വാസ്. നിസ്കാരത്തിന്റെ ആരാധനകളുടെ സ്വീകാര്യതയിൽ സംശയം ജനിപ്പിക്കുക, ഇത് പിശാചുണ്ടാക്കുന്ന മറ്റൊരു രൂപമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയ്യത്തിന്റെ സത്യസന്ധതയിൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാതി ലികുല്ലി ഇംറിഇൻ മാ നവാ. നമ്മുടെ പ്രവർത്തനങ്ങൾ അഥവാ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? നിയ്യത്താണ്. അപ്പൊ നമ്മുടെ നിയ്യത്തിൽ വസ്വാസ് ഉണ്ടാക്കുക, അതായത് ലോകമാന്യം, റിയാ. ഒരാളെ എന്നെ പിന്തുടരുന്ന സമയത്ത് എന്റെ നിസ്കാരത്തിൽ ഖുശൂഉം ഖുദൂഉം വർദ്ധിപ്പിക്കുക, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, അത് പിശാചിന്റെ ഇടപെടലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആരാധനകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഈ ആരാധന അല്ലാഹ് സ്വീകരിക്കൂലേ? അതിന് സംശയം ഉണ്ടാക്കുക. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുകയില്ലേ എന്നുള്ള സംശയം ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും ആ സംശയം ഉണ്ടാവുമ്പോ പിന്നെ അവൻ തീരുമാനിക്കുകയാണെന്ത്, ഇതിനെപ്പോ നിസ്കരിക്കണം, നിസ്കരിച്ചിട്ട് ഇപ്പൊ അള്ളാഹ് സ്വീകരിക്കണം എന്നിപ്പോ എന്താ മാനദണ്ഡം, എന്താപ്പോ ഉറപ്പ്? ഈ നിലക്കുള്ള വസ്വാസം ഉണ്ടാക്കുക. മറ്റൊന്ന്, നമുക്ക് സാധാരണ ഉണ്ടാകുന്ന അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികളൊക്കെ ചെയ്ത അമലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, എത്രമാത്രം നല്ല പ്രവർത്തനങ്ങൾ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ദറജയിലേക്ക്, ആ ഒരു സ്റ്റാറ്റസിലേക്ക് എന്റെ പ്രവർത്തനങ്ങൾ ആവുമോ? അപ്പോ ഞാൻ ചെയ്തത് പോരാ, ആരാധനകൾ മതിയാവുന്നില്ല, ഫർള് പോരാ, സുന്നത്ത് പോരാ, ഇനി കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് കൂട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുക. അതാണ് ചില ആളുകൾ നല്ലതല്ലേ എന്നുള്ള രൂപത്തിൽ ബിദ്അത്തുകളുടെ പിന്നാലെ പോകുന്നത്. ഇത് പിശാച് ഉണ്ടാക്കുന്ന വസ്വാസാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്ന രംഗെന്താണ്? അള്ളാഹിനെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ചുള്ള സംശയം, അള്ളാഹിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള സംശയം. അള്ളാഹ് എവിടെയാണ്?
അള്ളാഹിനെ ആരാണ് സൃഷ്ടിച്ചത്? അതുപോലെ തന്നെ മത നിയമങ്ങളെ സംബന്ധിച്ചുള്ള സംശയം. അള്ളാഹു അവന്റെ റസൂലും നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് അനുസരിക്കണം എന്ന് പറയുമ്പോൾ എന്താപ്പ അനുസരിച്ചോളണമെന്ന്? എന്താ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ നിലക്കുള്ള സംശയങ്ങൾ ജനിപ്പിക്കുക, അള്ളാഹ് ഉണ്ടോന്നുള്ള സംശയം ഉണ്ടാക്കുക, അള്ളാഹു നിയമങ്ങൾ ഉണ്ടാക്കി, ഈ നിയമങ്ങൾ എന്തിനാണെന്നുള്ള സംശയം ഉണ്ടാക്കുക. ഇതാണ് പുതിയ തലമുറയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വസ്വാസ്. ചില ആളുകൾക്ക് അള്ളാഹ് ഈ പിശാചുണ്ടാക്കുന്ന വസ്വാസം എന്താണ്? അമിതമായ ഭക്തി. ചില ആളുകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിസ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം തീരൂല. ഇബാദത്തിൽ അമിതമായ ഭക്തി, കൂടുതൽ സമയം ഇബാദത്തുകളിൽ എൻഗേജ് ചെയ്യുക. പേടിക്കേണ്ട കാര്യമാണ്. തീരെ ശ്രദ്ധ ഇല്ലാതിരിക്കുക, അതും പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു സഹാബി വലിയതയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഈ കയറുമേൽ പിടിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നിസ്കരിക്കേണ്ട കാര്യമല്ല. അള്ളാഹ് ദീന് യുസ്റായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്, ലളിതമാണ്. എടങ്ങറാക്കാൻ ഇബാദത്തുകളില്ല. അതുകൊണ്ട് മതകാര്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാർക്കശ്യ ബുദ്ധി ഇബാദത്തുകളിൽ ഉണ്ടാക്കുന്ന, പള്ളിയിൽ തന്നെ ചടഞ്ഞിരുന്നുകൊണ്ട് ഇബാദത്തുകളിൽ മാത്രം വ്യാപൃതമാവുക, പൊതുജീവിതത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്കില്ല, സമൂഹത്തിലേക്കില്ല, അങ്ങനെ ഒന്നിനും വരാതെ പള്ളിയിലെ ഒരാളുകളായിട്ട് അങ്ങനെ ജീവിക്കുക, അത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. അത് പിശാചുണ്ടാക്കുന്ന മറ്റൊരു വസ്വാസാണ്. സഹോദരങ്ങളെ, മറ്റൊന്ന് പാപങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, തോന്നിവാസങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ. ഉദാഹരണമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവനെ പ്രേരിപ്പിക്കാണ്, അവന് ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടി കളവ് പറയുക, ഇല്ലാത്ത പോലീസുകൾ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുക, അന്യന്റെ മുതൽ കക്കുക, മോഷണം നടത്തുക, വ്യഭിചരിക്കാൻ വേണ്ടി നല്ല സുന്ദരിയായ ഒരു പെണ്ണ് തന്റെ വെറുതിക്ക് വരുമ്പോ ഓളോട് വ്യഭിചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പരദൂഷണം പറയാ, നമീമത്ത് പറയാ, ഇത് പിശാചിന്റെ പ്രേരണയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മദ്യത്തിന്റെയും ലഹരിയുടെയും ആസക്തിയിലേക്ക് പോകുന്നു. ഫ്രണ്ട്സിൽ കൂടി, സുഹൃത്തുക്കളിൽ കൂടി ഒരു മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പിശാച് നടത്തുന്ന ഏർപ്പാടാണിത്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും മറ്റ് ആളുകളെക്കുറിച്ച് മോശപ്പെട്ട ചിന്ത, ഹുസ്നു തന്നെയാണ് ഉണ്ടാവേണ്ട, സുഖുവല്ല. അപ്പൊ നമുക്കറിയാലോ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ആളുകളെ വ്യഭിചരിച്ചു എന്ന് പ്രചരിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിലവിന് കൊടുത്ത സഹാബിയാണ്. അപ്പൊ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലതാ വിചാരിക്കേണ്ടത്, എന്നാൽ പിശാച് എന്താ ചെയ്യുക? ദുഷിച്ച ചിന്ത ഉണ്ടാക്കുക, മോശപ്പെട്ട ചിന്ത ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിശുക്ക്, സമ്പത്ത് ഇഷ്ടംപോലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി തന്ന സമ്പത്തിനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു പോകും എന്ന് പിശാച് ഇങ്ങനെ പിശുക്കിനെ പ്രോത്സാഹിപ്പിക്കും. കൊടുക്കരുത് കേട്ടോ, അല്ലെ? കയ്യിൽ 500 രൂപയാണ് കിട്ടിയത് കൊടുക്കാന്, അപ്പൊ തന്നെ ഇടപെട്ട് എന്ത് കൊടുക്കണ്ടോ, കൊടുത്തുണ്ട് തീർന്നു. അപ്പൊ പിന്നെ 50 തീരുമാനിച്ചു, പക്ഷെ കൊടുക്കുമ്പോൾ 5 രൂപയാവും. ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പിശാചിന് സാധിക്കും. അതുപോലെ തന്നെ പിശാച് ഉണ്ടാക്കുന്ന മറ്റൊരു ഇടപാട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്നുള്ളത്, ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പണം സമ്പാദിക്കുക. നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരൂല, നിസ്കാരത്തിന് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ കച്ചവടം മിസ്സായാലോ, അവിടെ നിന്നോ, നല്ല കച്ചവടം കിട്ടുന്ന ടൈമാണ് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന ആ സമയം. അതുകൊണ്ട് അത് ഒന്നിച്ച് നിസ്കരിച്ചാൽ പോലെ, എന്തിനത്ര ഇടങ്ങറാവുന്നത്? ചിന്ത ഉണ്ടാക്കാണ്. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് സമയമല്ലേ? ഈ 24 മണിക്കൂറിൽ 1 മണിക്കൂർ പോലും അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ അവനെ പറ്റുക? ഇതെപ്പോഴാ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കാറ്? ഒരു പാരാലിസിസ് വരിക, ഒരു സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ക്യാൻസർ വരിക, മാരകമായിട്ടുള്ള രോഗം പിടിപെട്ട് ഹോസ്പിറ്റലുകളിൽ, അതിന്റെ വരാന്തകളിൽ നമ്മൾ ചിലവഴിക്കുമ്പോ നമുക്ക് ഓർമ്മ വരും, പടച്ചോനെ, നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തപ്പോ ഞാൻ അതിന് ജവാബ് ചെയ്തില്ലല്ലോ. ആ ചിന്ത അപ്പോഴാ വരിക. സുലഭമായ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ട്, ആ സമയം അല്ലാഹുവിനെ ദിക്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത, 60 വയസ്സായിട്ട് പോലും നിസ്കരിക്കാത്ത മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അഖിമുസ്സലാത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അപ്പോ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് നടത്തുന്ന കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ ദുരാഗ്രഹങ്ങൾ, തംഅ എന്ന് പറയും, ദുരാഗ്രഹങ്ങൾ ഉണ്ടാക്കുക, അത്യാഗ്രഹങ്ങൾ ഉണ്ടാക്കുക, എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ. ഒരു കോടി ഒരാളെ കൈ കിട്ടിയാൽ പിന്നെ അവൻ ചിന്തിക്കുന്നത് 2 കോടി അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഉണ്ടാക്കണ്ടെന്നല്ല ഇസ്ലാം പറയുന്നത്. എന്നാൽ ദുരാഗ്രഹം തീരാത്ത, ധനം വാരിക്കൂട്ടാനുള്ള ആഗ്രഹം ചിലപ്പോൾ ഉണ്ടാക്കുക. ഞാൻ തന്നെയാണ് കേമൻ, ഇന്നെ അതിജയിക്കാൻ ലോകത്താരുമില്ല, അനാനിയത്ത് എന്നതിന് പറയാ. ഞാൻ തന്നെ ഒരു സംഭവമാണെന്ന് അങ്ങോട്ട് തോന്നിപ്പിക്കുക. ഇത് പിശാചുണ്ടാക്കുന്ന മറ്റൊരു വൃത്തികെട്ട രോഗമാണ്. അതുപോലെ സഹോദരന്മാരെ, നമുക്കുണ്ടാക്കുന്ന മറ്റൊരവസ്ഥ നിരാശ ഉണ്ടാക്കുക, മടുപ്പുണ്ടാക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് അമിതമായ നിരാശയിലേക്ക് തള്ളിയിട്ടിട്ട് ഇതിനേക്കാളും ബെറ്റർ സൂയിസൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദികേടിന്റെ സംസാരം, നിരാശ. എന്നിട്ട് പറയാണ് ഞാൻ മരിക്കുകയാണ്, ഇതിനേക്കാളും നല്ല, നിങ്ങളെ കൂടെ ജീവിതത്തിനേക്കാളും നല്ല മരിക്കുകയാണ്. ഒന്നരാടൻ ഇത്തരത്തിലുള്ള സംസാരം നടത്തുന്ന സഹോദരിമാരുണ്ട്. എന്നിട്ട് നിസ്കരിക്കും ചെയ്യും. കുഫറിന്റെ വാചകങ്ങളായി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രയാസങ്ങൾ തരും എന്ന് ഖുർആനാ പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചതിന്റെ ആത്യന്തികമായ താല്പര്യം നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഖുർആൻ പറയാണ്. അപ്പൊ സുഖം നൽകും, ദുഃഖം നൽകും. സുഖം നൽകും, ദുഃഖം നൽകും. രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ആത്മഹത്യ ചെയ്യാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നില്ല. അപ്പൊ പിശാചുണ്ടാക്കുന്ന തോന്നലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള നിരാശാബോധം. എന്തള്ളത്? സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലാണ് ഞാൻ, ദുരിതങ്ങളിലാണ് ഞാൻ, മാരകമായ രോഗത്തിനടിമപ്പെട്ടു, മക്കൾ വൈകല്യത്തിലാണ്, ആകെ വിഷമം. എന്നിട്ട് അള്ളാഹിനെ ചീത്ത അറിയാ. എന്ത് കാരുണ്യമുള്ള അള്ളാഹ് നിങ്ങൾ പറയണേ? എനിക്ക് മനസ്സിലായില്ല. അള്ളാഹ്ക്കൊരു കാരുണ്യമില്ല. എന്നാൽ സഹോദരന്മാരെ, പിശാചുണ്ടാക്കുന്ന മടുപ്പാണ്. എന്നാൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആൻ അധ്യാപനാണ്. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിച്ച അതിനൊരു മടുപ്പ്, തോന്നിവാസം ചെയ്യാൻ ഒരു മടുപ്പില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അധികം നിന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് കോള് തന്നെയാണ്. കേട്ടുവാ കേട്ടെ, എവിടെ പോയി കുത്തിരിക്കുന്ന അങ്ങാടിയിൽ ഒരു മടുപ്പില്ല. 1 മണിക്കൂറും 2 മണിക്കൂറും വായ നോക്കി കുത്തിരുന്ന ഒരു പ്രശ്നമില്ല മനുഷ്യന്. അപ്പൊ പിശാചുണ്ടാക്കുന്ന മറ്റൊരു രീതിയാണ്. അതുപോലെ തന്നെ അഹങ്കാരം ഉണ്ടാക്കുക. നമ്മൾ കൂടുതൽ പേടിക്കേണ്ട സംഗതിയാണിത്. ഞാൻ മറ്റുള്ള ആളുകളെക്കാൾ മികച്ചവനാണ് എന്ന ഒരു ചിന്ത, തോന്നൽ ഒരിക്കലും സഹോദരന്മാരെ നമ്മളെ മനസ്സിലുണ്ടാവരുത്. വിനയമാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. എപ്പോഴും നമുക്കുണ്ടാകേണ്ട ഫീൽ അതാണ്. ഞാൻ അള്ളാഹിന്റെ ദാസനാണ്. ഒരു ശ്വാസം മുകളിലേക്ക് പോയാ തിരിച്ചു വരണമെങ്കിൽ അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് കിട്ടിയേ പറ്റൂ. നമുക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈക്കൊരു കഴിവില്ല. കഴിവ് തരുന്ന അള്ളാഹ് മാത്രമാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അഹങ്കാരം ഉണ്ടാക്കാം. എന്തെങ്കിലും 4 ആളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിച്ചത് ഞാനല്ലേ, ഈ അഹങ്കാരം ഉണ്ടാക്കുക. അതുപോലെ അള്ളാഹിനോടുള്ള വിനയം നഷ്ടപ്പെടുക. ഇതൊക്കെ പിശാചുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ. നമ്മൾ പേടിക്കണം. മറ്റൊന്ന്, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പൈശാചിക ഇടപെടൽ നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സൈറ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോവുക. എന്നിട്ട് ഓൻ വിചാരിക്കുന്നത് എന്താണ്? ഓൻ കറക്റ്റ് റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഓൻക്കിങ്ങനെ തോന്നും. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനാ. സൂറത്ത് സുഹൂഫിലുള്ള ആയത്താണ്. പരമകാരുണ്യന്റെ ഉത്ബോധനത്തിന് നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം, അള്ളാന്റെ ഉത്ബോധനം കേൾക്കുന്ന സമയത്ത് അതിനോട് അന്ധത, അവഗണന ആരെങ്കിലും നടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഖുർആനിൽ പറയാണ്, നുഖയ്യിദ് ലഹു ശൈത്വാനാ, അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. നമുക്ക് ഫ്രണ്ടായിട്ട്, ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് ഒരു പിശാചിനെ അവന് നാം ഏർപ്പാടാക്കി കൊടുക്കുന്നു ഖുർആൻ പറയുന്നു. എന്നിട്ട് ഈ പിശാചാണ് അവനെ ഡയറക്റ്റ് ചെയ്യുക. പിശാച് അവന്റെ കൂടെ ഉണ്ടാവും. ഇത് ഖുർആൻ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട്
സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിക്കണം, അള്ളാഹുവെ സൂക്ഷിക്കുക. പിന്നെ ഇവിടെ ഖുർആൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, അവരിൽ നിന്ന് നിനക്ക് സാധ്യമായ ആളുകളെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക. പിശാചിനോട് പറയാണ്. പിശാചി എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഓരോരുത്തരുടെ അടുത്ത് അവനവന്റെ ഇഷ്ടത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിരതനാണ് പിശാചും സംഘവും. ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് കഹ്ഫിൽ 83-ാമത്തെ വചനത്തിൽ, അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നീ ശബ്ദം മുഖേന ഇളക്കി വിട്ടുകൊള്ളുക, അവർക്കെതിരെ നിന്റെ കുതിരപ്പടയെയും കാലാർപ്പടയെയും നീ വിളിച്ചുകൂട്ടുകയും ചെയ്യുക, സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുകൊള്ളുക. പിശാച് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാണ്. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, ആരാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്, ആരുടെ വലയിലാണ് നമ്മളുള്ളത്, എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് തന്ന ജീവിതം നിർണിതമായ അവധി വരെയുള്ളൂ, കുറച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ ബോധം എപ്പോഴും സഹോദരന്മാരെ നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പൈശാചികതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഇപ്പോ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിശാചുണ്ട്, അവൻ ചീത്ത സുഹൃത്താണ്, അവൻ നമ്മെ വഴിതെറ്റിക്കും, പല രൂപത്തിലും നമ്മുടെ അടുത്ത് വരും. അപ്പൊ എന്താ രക്ഷാമാർഗം? അല്ലാഹ് ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു തന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, അള്ളാഹിനെ സംബന്ധിച്ച് ധാരാളമായി നിങ്ങൾ സ്മരിക്കുക. ദിക്റുല്ലാഹ്. ഉദാഹരണമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ദുആകൾ പഠിപ്പിച്ചു, വൈകുന്നേരം സായാഹ്നത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല വേറെ കാര്യം, നമ്മളത് അറിയില്ല, ചോദിക്കില്ല, അന്വേഷിക്കില്ല. അതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ നമ്മൾ അന്വേഷിക്കണം അല്ലേ? ഇപ്പൊ ഒന്നും വേണ്ട, ഒരു 50 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കച്ചവടം ഉൾപ്പെടെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും ഒലവിന്ന് നിൽക്കും. യുവാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നതോടാണ് ഞാൻ പറയുന്നത്. എവിടെയുള്ളത്? പള്ളി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, 50 ലക്ഷം കിട്ടുമെന്നല്ല. എന്നാലും മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകുന്ന മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? സമാധാനത്തിന്റെ വചനം, സമാധാനത്തിന്റെ ഗ്രഹം. ഇതുണ്ടാവണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ അള്ളാഹിനെ ഓർക്കേണ്ട വേണം. അള്ളാഹ് നമുക്ക് സുപ്രീമായിട്ട് മാറണം. എന്റെ ജീവിതത്തിൽ പരമമായിട്ട് ഞാൻ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും അള്ളാഹനാവണം. അതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ വിളിച്ചറിയലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാ. ഫൈനൽ നമ്മുടെ ജീവിതം ഇവിടെ അല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് 100 വർഷത്തിലധികം ജീവിച്ച ഒരു മഹാപ്രതിഭ, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു അല്ലേ? ഭൗതിക ശരീരമാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഇത് ചെയ്യുന്നത്, മറവ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ജീവിതം, അതാണ് ഖബർസ്ഥാൻ. ഇനി അവസാനമായിട്ട് മറ്റൊരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതം, അതാണ് പരലോകം. അത് യാഥാർത്ഥ്യമാണ്, ഹക്കാണ്. അപ്പൊ അത് വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്താ വേണ്ടത്? അള്ളാഹനെ ധാരാളമായിട്ട് ഓർക്കണം. 2, പൈശാചികതയിൽ നിന്നുള്ള സംരക്ഷണമായിട്ട് റസൂൽ പഠിപ്പിച്ച ഒരു സുപ്രധാനമായ ആയത്താണ് ആയത്തുൽ കുർസി. എല്ലാ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി പറഞ്ഞത്. അത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടാണ്, സംരക്ഷണാണ്. 3 സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും മുഅവ്വദത്തൈൻ എന്നുള്ള രൂപത്തിൽ സംരക്ഷണ കവചങ്ങളായ 2 സൂറത്തുകളാ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, എല്ലാവർക്കും അറിയാം സൂറത്ത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. രാവിലെ 3 വട്ടം ചൊല്ലാൻ പറഞ്ഞു, വൈകുന്നേരം 3 വട്ടം ചൊല്ലാൻ പറഞ്ഞു, കിടന്നുറങ്ങുമ്പോൾ ചൊല്ലാൻ പറഞ്ഞു. ഇത് നമ്മൾ ചെല്ലാറുണ്ടോ? പൈശാചികതയിൽ നിന്നുള്ള സംരക്ഷണാണ്.
മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 വട്ടം ചൊല്ലാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ സംരക്ഷണം, പിശാചിൽ നിന്നുള്ള സംരക്ഷണം വിശ്വാസിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അദ്കാർ ചൊല്ലാൻ പറഞ്ഞത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താണത്. അതുപോലെ വീട്ടിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിലും പുറത്തു പോകുമ്പോഴും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലാറുണ്ടോ സഹോദരങ്ങളെ? അത് ചൊല്ലണം. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടും. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ ചൊല്ലാൻ പറഞ്ഞു. നീ മറന്നിട്ടുണ്ടെങ്കിൽ ബിസ്മില്ലാ അവ്വലുഹു ആഖിറുഹു ചൊല്ലാൻ പറഞ്ഞു. ഖുർആൻ പാരായണം വീട്ടിൽ വർദ്ധിപ്പിക്കണം. അത് റമദാനിൽ മാത്രമുള്ള ഓഫറല്ല, എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിർ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്ത് അല്ലതി തുഖ്റഉ ഫീ സൂറത്തുൽ ബഖറ. നിങ്ങൾ വീടിനെ ശ്മശാനമാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. വീട്ടിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിക്കുന്നു. അപ്പൊ പിശാചിന്റെ സംരക്ഷണം കിട്ടാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് സൂറത്തുൽ ബഖറ. മറ്റൊന്ന് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. കൃത്യമായിട്ട് നിസ്കരിക്കുക, അള്ളാഹിന്റെ സംരക്ഷണം കിട്ടും. സത്യസന്ധതയും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടും. മോശപ്പെട്ട ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഏതു സമയവും മരണം വന്നേക്കാം. നല്ല വ്യക്തിയായി മരിക്കണമെങ്കിൽ നല്ല വ്യക്തിയായി ജീവിക്കണം. ഇത് നമുക്ക് ആർക്കും അറിയാത്ത സംഗതിയാ. എപ്പോഴെങ്കിലും നമ്മൾ നന്മ ചെയ്താൽ പോരാ, നമ്മൾ ആ റൂട്ടിലാണ് സഞ്ചരിക്കേണ്ടത്. നമ്മുടെ സഹവാസം നന്നാക്കണം, നമ്മുടെ ജീവിതം നന്നാക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർബത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അപാകതകളും തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് രോഗികളായിട്ടുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وأصحابه أجمعين.